ഗുരുമാരെ, നിങ്ങൾ ഈ ചെടിയെല്ലാം കണ്ടവരുണ്ടോ? നിങ്ങൾ കുന്നും മലയും കണ്ടോ? ഗുരുമ, നിങ്ങൾക്കിത് ആരാണ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് വല്ലതും അറിയാമോ? കുന്നും മലയും ചെടിയും സൃഷ്ടിച്ചത് ദൈവം. ആന, കടുവ, പുലി, സിംഹം, കരടി, കീരി, വെരുവ്, കേഴ, കൂരൻ ഇങ്ങനത്തെ മൃഗങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ് ഗുരുമാരെ. ആറും തോടും പൊഴുവയും ഉണ്ടാക്കിയതും ദൈവമാണ്. നല്ല പൂവും ചെടികളെല്ലാം ഉണ്ടാക്കിയതും ദൈവമാണ്. നമ്മൾ കാണുന്ന പക്ഷികളെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. ആളിനെ ഉണ്ടാക്കിയത് ആരെന്ന് അറിയാമോ ഗുരുമാരെ? ആളുകൾക്കിനെ ജനിപ്പിച്ചത് ദൈവമാണ് ഗുരുമാരെ. ആത്തിലും ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആത്തിലെ സൃഷ്ടിച്ച ആളിൻ്റെ പേര് ആദം. അത് കഴിഞ്ഞ ഉടനെ ദൈവം ഒരു പെണ്ണിനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച പെണ്ണിൻ്റെ പേര് ഔവ. ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം ഇരിക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം ഇരിക്കുന്ന സ്ഥലം സ്വർഗം. സ്വർഗം അങ്ങ് ആഹായത്ത്. ആദ്യമുണ്ടാക്കിയ ആണും പെണ്ണും തന്ത്രമായിട്ട് ജീവിക്കുന്നത്. ദൈവം പറയുന്നത് കേട്ട് അവർ ജീവിക്കുന്നത്. അവർക്ക് ഒരു കട്ടവും തുക്കവും ഇല്ലായിരുന്നു. അവരെന്നും സന്തോഷമായിട്ട് ഇരുന്നു. ദൈവത്തിനു ശത്രുവാണ് പിയാത്. പിയാത് എന്ന് അവോടും ആദത്തിനോടും കള്ളം പറഞ്ഞു. അവർ പിയാത് പറയുന്നത് കേട്ടു. ദൈവം അവരടുത്ത് ചെന്നു. ദൈവം അവരോട് ഇങ്ങനെ പറഞ്ഞു, പിയാത് പറഞ്ഞത് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടമുണ്ടാവും, നിങ്ങൾക്ക് സുഖങ്ങളും തങ്കളവും ഉണ്ടാവും. നിങ്ങൾ ആണും പെണ്ണും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. നിങ്ങൾ ഒടുവിൽ ചത്തുപോകും. അവർ നല്ല തലത്തായിരുന്നു താമസിച്ചിരുന്നത്. ചെകുത്താൻ പറഞ്ഞത് കേട്ടത് കാരണം ദൈവം നല്ല തലത്തിൽ തന്നെ അവരെ പുറത്താക്കി. മനുഷ്യൻ പാവം ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പാവം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിച്ചു. ദൈവം പറഞ്ഞു, എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാനായി ഭൂമിയിൽ വരും. നമ്മളൊക്കെ ആദ്യത്തെ മനുഷ്യരെ പോലെ പിശാചിൻ്റെ വാക്ക് കേട്ട് ജീവിച്ചിന്. നമ്മളൊക്കെ മോട്ടിക്കുന്നതും പിറാറും പൊക്ക് പെണ്ണ് വിളിക്കുന്നതും അടി കൂടുന്നതും കൊല്ലുകയും ചെയ്യുന്നത് ഇതെല്ലാം പാവമാണ്. പാവം ചെയ്യുന്നത് ദൈവത്തിന് കിട്ടമല്ല. പാവം ചെയ്യുന്നവർ മരിച്ചാൽ നരകത്തിൽ പോകും. നരകം പിശാചിൻ്റെ തലം. നരകത്തിൽ തീയും ഭയങ്കര കക്ഷതയുമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും സാധ്യമല്ല. എന്നും നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടും. ദൈവം മനുഷ്യനെ ചിനകിച്ചിന്. മനുഷ്യൻ നല്ലതായി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗം നല്ല തലം അവിടെ ദൈവമുണ്ട്. എല്ലാ മനുഷ്യരും പാപം ചെയ്തു ജീവിക്കുന്നു. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിച്ചാൽ സ്വർഗത്ത് പോകില്ല. പാപം ചെയ്തവരെ രക്ഷിക്കുവാനായി ദൈവം ഭൂമിയിൽ വന്നു. ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു. നമ്മളെപ്പോലെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ദൈവത്തിൻ്റെ പേര് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തു. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കണ്ണിന് കാഴ്ച കൊടുത്തു. രോഗമുള്ളവരെ സുഖമാക്കി. മരിച്ചു പോയവർക്ക് വീണ്ടും ജീവനും കൊടുത്തു. യേശു ക്രിസ്തു നല്ലതായിട്ട് ജീവിച്ചു. ഒരു പാപവും ചെയ്തില്ല. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു. നമ്മുടെ പാപത്തിനെ രക്ഷിക്കുവാനായി യേശു ക്രിസ്തു കുരിശിലും മരിച്ചു. ചത്ത യേശുവിനെ കുഴിച്ചിട്ടു. ചത്ത യേശു കുഴിച്ചിട്ട് മൂന്നിൻ്റെ അന്ന് ഊര് വന്നു. കാരണം യേശു ദൈവമായിരുന്നു. യേശു ഇന്നും ഊരോടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കുറ്റമെല്ലാം യേശുവിനോട് ക്ഷമിക്കണമെന്ന് പറയണം. യേശു നിൻ്റെ കുറ്റമെല്ലാം ക്ഷമിച്ചു തരും. നിൻ്റെ കുറ്റത്തിനും വേണ്ടിയാണ് യേശു മരിച്ചത്. നിന്നെ രക്ഷിക്കുവാൻ യേശുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവിനെ മാത്രം വിശ്വസിക്കുക. യേശു മാത്രം ദൈവം. യേശുവിനോട് എന്നും നീ പ്രാർത്ഥിക്കുക. യേശു ഇല്ലാതെ വേറെ ദൈവമില്ല. കൂട്ടുകാരെ, നമ്മൾ ഈ മോയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മോയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. നമ്മൾ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് നമ്മൾ മോയമായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൽ പാവമുണ്ട്. നമ്മൾ ചിലപ്പം കൈ കൊണ്ടാണ് മോട്ടിക്കുന്നത്. അതുകൊണ്ട് കൈ മുറിച്ച് കളഞ്ഞത് കൊണ്ട് ഗുണമൊന്നുമില്ല. കൈ മുറിച്ചത് കളഞ്ഞത് കൊണ്ട് വിജയമില്ല. പിന്നെയും നമ്മൾ മോട്ടിക്കും. നമ്മളെ മോട്ടിക്കാനുള്ള മനസ്സ് നമ്മളെ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്, കയ്യിൽ നിന്നല്ല. അത് നമ്മളെ മനസ്സിൽ നിന്നാണ് ആഗ്രഹം വരുന്നത്. നമുക്ക് കയ്യിൽ അയക്ക് കയറ്റിയാൽ നമ്മൾ കൈ കളയാം. നമ്മുടെ മോയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്. മോയമായിട്ടുള്ള മനസ്സിനെ വെള്ളത്തിൽ കൈ നല്ലതാക്കാൻ പറ്റുമോ? പറ്റില്ല. കുളിച്ചാലും നമ്മളെ മനസ്സ് നന്നായി കിട്ടുകയില്ല. മോയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സ് മോയം ആയതുകൊണ്ടാണ്. നിങ്ങൾ പുലിയുടെ ദേഹത്തെ പാട് കണ്ടിട്ടുണ്ടോ? കുളിച്ചാലേ പുലിയുടെ വെള്ളത്തുള്ള പാട് പോകുന്നു ഇല്ല, അത് കയ്യെ പോകുന്നതല്ല. ആ പാട് പുറത്തുനിന്നല്ല അകത്തുനിന്നാണ് വരുന്നത്. പുലി വിചാരിച്ചാലും മനുഷ്യൻ വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ പാവവും മനുഷ്യൻ്റെ പുറത്തുനിന്നല്ല അകത്തുനിന്നാണ് വരുന്നത്. നമ്മൾ മനസ്സ് മോയമായതുകൊണ്ടാണ് നമ്മൾ പാവം ചെയ്യുന്നത്. നമ്മുടെ മോയമായ മനസ്സ് എങ്ങനെ മാറ്റാൻ പറ്റും? തെയ്യത്തിനെ മാത്രമേ നമ്മുടെ മനസ്സിനെ നല്ലതായിട്ട് മാറ്റുവാൻ പറ്റുമോ? പുലിയുടെ പുറത്തുള്ള പാട് മാറ്റുവാനും തെയ്യത്തിനെ കൊണ്ടേ പറ്റുള്ളൂ. ഇന്നുമേലും ഞാൻ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഇന്ന് ആഗ്രഹിച്ചാലും ഇന്നേ നമ്മൾ മോയം ചെയ്യുന്നു.
മോഷ്ടിക്കുന്ന ആളിനെ നമ്മൾ ശിക്ഷിച്ച അവൻ പിന്നെ മോഷ്ടിക്കില്ല. എന്നാൽ മോഷ്ടിക്കാനുള്ള ആഗ്രഹം പിന്നെ അവനെൻ്റെ മനസ്സിൽ ഉണ്ടാകും. ഈ മനസ്സിനെ മാറ്റുവാൻ ദൈവത്തിനെ കൊണ്ടേ പറ്റുമോ? നമ്മുടെ മനസ്സിനെ നല്ലതായിട്ട് മാറ്റുവാൻ കഴിവുള്ള ഒരാളുണ്ട്. അയാളുടെ പേര് യേശു. യേശു ദൈവമാവുന്നു. നമുക്ക് നല്ല മനസ്സിനെ തരുവാൻ യേശുവിന് കഴിവുണ്ട്. യേശുവിൻ്റെ സഹായം കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. യേശു നിൻ്റെ മനസ്സിനെ നല്ലതായിട്ട് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിനോട് പ്രാർത്ഥിക്കുക. നീ ചെയ്ത കുറ്റമെല്ലാം ക്ഷമിപ്പാൻ യേശുവിനോട് പറയുക. യേശു നിന്റെ പാവത്തിന് വേണ്ടി കുരിശിലും മരിച്ചു. ചത്ത യേശുവിനെ പൊത്തിയെ 3 നാൾ കഴിഞ്ഞ് യേശു പിന്നെ ഉയിരായി വന്നു. യേശു ഇപ്പോഴും ജീവിക്കുന്നു. യേശു മാത്രമാണ് ദൈവം. യേശുവിനെ ഇപ്പോഴും തന്നെ പ്രാർത്ഥിക്കണം. യേശു മാത്രമാണ് ശക്തിയുള്ള ദൈവം. നമ്മളെ സഹായിക്കാനാണ് യേശു ഭൂമിയിൽ പറഞ്ഞത്. നമ്മളെ പാവത്തിൽ നിന്ന് രക്ഷിക്കുക യേശുവിന് കഴിയും. പാപം നമ്മളെ നയിപ്പിച്ചു, എന്നാൽ യേശു നമ്മളെ രക്ഷിക്കും. നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും യേശു തരും. സ്വത്തും മകയും സന്തോഷവും സമാധാനവും തരില്ല. യേശുവിനെ വിശ്വസിക്കുക. യേശു നിന്നെ കാത്തുകൊള്ളൂ. നിന്നെ സഹായിക്കുക. യേശു എപ്പോഴും നിന്റെ കൂടി ഉണ്ടായിരിക്കും. നിനക്ക് വിഷമം വരുമ്പോൾ യേശുവിനോട് പറയുക. യേശു നിന്നെ സഹായിക്കും. യേശു അല്ലാതെ വേറെ ദൈവമില്ല. യേശുവാണ് സകലതും ഉണ്ടാക്കിയ ദൈവം. അതുകൊണ്ട് യേശുവിനെ വണങ്ങുക. ഗുരുമാരെ, നിങ്ങൾ ഈ ചെടിയെല്ലാം കണ്ടവരുണ്ടോ? നിങ്ങൾ കുന്നും മലയും കണ്ടോ? ഗുരുമാ, നിങ്ങൾക്കിത് ആരാണ് ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് വല്ലതും അറിയാമോ? കുന്നും മലയും ചെടിയും സൃഷ്ടിച്ചത് ദൈവം. ആന, കടുവ, പുലി, സിംഹം, കരടി, കീരി, വെരുവ്, കേഴ, കൂരൻ ഇങ്ങനത്തെ മൃഗങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ് ഗുരുമാരെ. ആറും തോടും പൊരുവയും ഉണ്ടാക്കിയതും ദൈവമാണ്. നല്ല പൂവും ചെടികളെല്ലാം ഉണ്ടാക്കിയതും ദൈവമാണ്. നമ്മൾ കാണുന്ന പക്ഷികളെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. ആളിനെ ഉണ്ടാക്കിയത് ആരെന്നും അറിയാമോ ഗുരുമാരെ? ആളുകൾക്കിനെ ജനിപ്പിച്ചത് ദൈവമാണ് ഗുരുമാരെ. ആത്തിലെ ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആത്തിലെ സൃഷ്ടിച്ച ആളിൻ്റെ പേര് ആദം. അത് കഴിഞ്ഞ ഉടനെ ദൈവം ഒരു പൊണ്ണിനെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച പൊണ്ണിൻ്റെ പേര് ഔവ. ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം ഇരിക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവം ഇരിക്കുന്ന സ്ഥലം സ്വർഗം. സ്വർഗം അങ്ങ് ആഹായത്ത്. ആത്തിലുണ്ടാക്കിയ ആണും പെണ്ണും തന്ത്രമായിട്ട് ജീവിക്കുന്നു. ദൈവം പറയുന്നത് കേട്ട് അവർ ജീവിക്കുന്നു. അവർക്ക് ഒരു കട്ടവും തുക്കവും ഇല്ലായിരുന്നു. അവരെന്നും സന്തോഷമായിട്ട് ഇരുന്നു. ദൈവത്തിനു ശത്രുവാണ് പ്യാത്. പ്യാത് എന്ന് അവോടും ആദിനോടും കള്ളം പറഞ്ഞു. അവർ പ്യാത് പറയുന്നത് കേട്ടു. ദൈവം അവരടുത്ത് ചെന്നു. ദൈവം അവരോട് ഇങ്ങനെ പറഞ്ഞു, പ്യാത് പറഞ്ഞത് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടമുണ്ടാവും. നിങ്ങൾക്ക് സുഖങ്ങളും തങ്കളവും ഉണ്ടാവും. നിങ്ങൾ ആണും പെണ്ണും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. നിങ്ങളൊടുവിൽ ചത്തുപോകും. അവർ നല്ല തലത്തായിരുന്നു താമസിച്ചിരുന്നത്. ദൈവത്താൻ പറഞ്ഞത് കേട്ടത് കാരണം ദൈവം നല്ല തലത്തിൽ തന്നെ അവരെ പുറത്താക്കി. മനുഷ്യൻ പാവം ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പാവം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിച്ചു. ദൈവം പറഞ്ഞു, എല്ലാ മനുഷ്യരെയും രക്ഷിക്കുവാനായി ഭൂമിയിൽ വരും. നമ്മളൊക്കെ ആദ്യത്തെ മനുഷ്യരെ പോലെ പിശാചിൻ്റെ വാക്ക് കേട്ട് ജീവിച്ചിന്. നമ്മളൊക്കെ മോട്ടിക്കുന്നതും പിറാറും പൊക്ക് പെണ്ണ് വിളിക്കുന്നതും അടി കൂടുന്നതും കൊല്ലുകയും ചെയ്യുന്നത് ഇതെല്ലാം പാവമാണ്. പാവം ചെയ്യുന്നത് ദൈവത്തിന് കിട്ടമല്ല. പാവം ചെയ്യുന്നവർ മരിച്ചാൽ നരകത്തിൽ പോകും. നരകം പിശാചിൻ്റെ തലം. നരകത്തിൽ തീയും ഭയങ്കര കഷ്ടതയുമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും സാധ്യമല്ല. എന്നും നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടും. ദൈവം മനുഷ്യനെ ചിനകിച്ചിന്. മനുഷ്യൻ നല്ലതായി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗം നല്ല തലം അവിടെ ദൈവമുണ്ട്. എല്ലാ മനുഷ്യരും പാപം ചെയ്തു ജീവിക്കുന്നു. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിച്ചാൽ സ്വർഗത്ത് പോകില്ല. പാപം ചെയ്തവരെ രക്ഷിക്കുവാനായി ദൈവം ഭൂമിയിൽ വന്നു. ദൈവം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു. നമ്മളെപ്പോലെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ദൈവത്തിൻ്റെ പേര് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തു. കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കണ്ണിന് കാഴ്ച കൊടുത്തു. രോഗമുള്ളവരെ സുഖമാക്കി. മരിച്ചു പോയവർക്ക് വീണ്ടും ജീവനും കൊടുത്തു. യേശു ക്രിസ്തു നല്ലതായിട്ട് ജീവിച്ചു. ഒരു പാപവും ചെയ്തില്ല. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ചു. നമ്മുടെ പാപത്തിനെ രക്ഷിക്കുവാനായി യേശു ക്രിസ്തു കുരിശിലും മരിച്ചു. ചത്ത യേശുവിനെ കുഴിച്ചിട്ടു. ചത്ത യേശു കുഴിച്ചിട്ട് 3ന്റെ അന്ന് ഊരി വന്നു.
കാരണം യേശു ദൈവമായിരുന്നു. യേശു ഇന്നും ഊരോടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കുറ്റമെല്ലാം യേശുവിനോട് ക്ഷമിക്കണമെന്ന് പറയണം. യേശു നിൻ്റെ കുറ്റമെല്ലാം ക്ഷമിച്ചു തരും. നിൻ്റെ കുറ്റത്തിനും വേണ്ടിയാണ് യേശു മരിച്ചത്. നിന്നെ രക്ഷിക്കുവാൻ യേശുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവിനെ മാത്രം വിശ്വസിക്കുക. യേശു മാത്രം ദൈവം. യേശുവിനോട് എന്നും നീ പ്രാർത്ഥിക്കുക. യേശു ഇല്ലാതെ വേറെ ദൈവമില്ല. കൂട്ടുകാരെ, നമ്മൾ ഈ മോയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിരിക്കും. മോയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊക്കെ ആർക്കും ഇഷ്ടമല്ലല്ലോ. നമ്മൾ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് നമ്മൾ മോയമായിട്ട് നമ്മൾ ചെയ്യുന്നു. ഇതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൽ പാവമുണ്ട്. നമ്മൾ ചിലപ്പം കൈ കൊണ്ടാണ് മോട്ടിക്കുന്നത്. അതുകൊണ്ട് കൈ മുറിച്ച് കളഞ്ഞത് കൊണ്ട് ഗുണമൊന്നുമില്ല. കൈ മുറിച്ചത് കളഞ്ഞത് കൊണ്ട് വിജയമില്ല. പിന്നെയും നമ്മൾ മോട്ടിക്കും. നമ്മളെ മോട്ടിക്കാനുള്ള മനസ്സ് നമ്മളെ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്, കയ്യിൽ നിന്നല്ല. അത് നമ്മളെ മനസ്സിൽ നിന്നാണ് ആഗ്രഹം വരുന്നത്. നമുക്ക് കയ്യിൽ അയക്ക് കയറ്റിയാൽ നമ്മൾ കൈ കളയാം. നമ്മുടെ മോയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്. മോയമായിട്ടുള്ള മനസ്സിനെ വെള്ളത്തിൽ കൈ നല്ലതാക്കാൻ പറ്റുമോ? പറ്റില്ല. കുളിച്ചാലും നമ്മളെ മനസ്സ് നന്നായി കിട്ടുകയില്ല. മോയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സ് മോയം ആയതുകൊണ്ടാണ്. നിങ്ങൾ പുലിയുടെ ദേഹത്തെ പാട് കണ്ടിട്ടുണ്ടോ? കുളിച്ചാൽ പുലിയുടെ വളർത്തുള്ള പാട് പോകുമോ? ഇല്ല, അത് കയ്യെ പോകുന്നതല്ല. ആ പാട് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ് വരുന്നത്. പുലി വിചാരിച്ചാലും മനുഷ്യൻ വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. അതുപോലെ നമ്മളെ പാവവും മനുഷ്യൻ്റെ പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ് വരുന്നത്. നമ്മൾ മനസ്സ് മോയമായതുകൊണ്ടാണ് നമ്മൾ പാവം ചെയ്യുന്നത്. നമ്മുടെ മോയമായ മനസ്സ് എങ്ങനെ മാറ്റാൻ പറ്റും? തെയ്യത്തിനെ മാത്രമേ നമ്മുടെ മനസ്സിനെ നല്ലതായിട്ട് മാറ്റുവാൻ പറ്റുമോ? പുലിയുടെ പുറത്തുള്ള പാട് മാറ്റുവാനും തെയ്യത്തിനെ കൊണ്ടേ പറ്റുള്ളൂ. ഇന്നുമേൽ ഞാൻ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഇന്ന് ആഗ്രഹിച്ചാലും ഇന്നേ നമ്മൾ മോയം ചെയ്യുന്നു. മോട്ടിക്കുന്ന ആളിനെ നമ്മൾ ശിക്ഷിച്ച അവൻ പിന്നെ മോട്ടിച്ചില്ല. എന്നാൽ മോട്ടിക്കാനുള്ള ആഗ്രഹം പിന്നെ അവനെൻ്റെ മനസ്സിൽ ഉണ്ടാകും. ഈ മനസ്സിനെ മാറ്റുവാൻ ദൈവത്തിനെ കൊണ്ടേ പറ്റുമോ? നമ്മുടെ മനസ്സിനെ നല്ലതായിട്ട് മാറ്റുവാൻ കഴിവുള്ള ഒരാളുണ്ട്. അയാളുടെ പേര് യേശു. യേശു ദൈവമാകുന്നു. നമുക്ക് നല്ല മനസ്സിനെ തരുവാൻ യേശുവിന് കഴിവുണ്ട്. യേശുവിൻ്റെ സഹായം കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. യേശു നിൻ്റെ മനസ്സിനെ നല്ലതായിട്ട് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിനോട് പ്രാർത്ഥിക്കുക. നീ ചെയ്ത കുറ്റമെല്ലാം ക്ഷമിപ്പാൻ യേശുവിനോട് പറയുക. യേശു നിന്റെ പാവത്തിന് വേണ്ടി കുരിശിൽ മരിച്ചു. ചത്ത യേശുവിനെ പൊത്തിയെ 3 നാൾ കഴിഞ്ഞ് യേശു പിന്നെ ഉയിരായി വന്നു. യേശു ഇപ്പോഴും ജീവിക്കുന്നു. യേശു മാത്രമാണ് ദൈവം. യേശുവിനെ ഇപ്പോഴും തന്നെ പ്രാർത്ഥിക്കണം. യേശു മാത്രമാണ് ശക്തിയുള്ള ദൈവം. നമ്മളെ സഹായിക്കാനാണ് യേശു ഭൂമിയിൽ പറഞ്ഞത്. നമ്മളെ പാവത്തിൽ നിന്ന് രക്ഷിക്കുക യേശുവിന് കഴിയും. പാപം നമ്മളെ നയിപ്പിച്ചു, എന്നാൽ യേശു നമ്മളെ രക്ഷിക്കും. നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും യേശു തരും. സ്വത്തും വകയും സന്തോഷവും സമാധാനവും തരില്ല. യേശുവിനെ വിശ്വസിക്കുക. യേശു നിന്നെ കാത്തുകൊള്ളൂ. നിന്നെ സഹായിക്കുക. യേശു എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നിനക്ക് വിഷമം വരുമ്പോൾ യേശുവിനോട് പറയുക. യേശു നിന്നെ സഹായിക്കും. യേശു അല്ലാതെ വേറെ ദൈവമില്ല. യേശുവാണ് സകലതും ഉണ്ടാക്കിയ ദൈവം. അതുകൊണ്ട് യേശുവിനെ വണങ്ങുക.